എനിക്ക് സാരി ഉടുപ്പിച്ചു തരുമോ? ഞാനോ? വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടല്ലേ റാം. ഞാൻ പറഞ്ഞു തരാം, നീ അതേപോലെ ഉടുത്തു തന്നാ മതി. ഇപ്പഴെന്താ സാരി ഉടുപ്പിച്ചത്? അത്രയല്ലേ ഉള്ളൂ. ഓ ഓക്കെ, സോറി. സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്യണം, ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്യണം, ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒരു 10 ഫോൾഡ്സ് വേണ്ടി വരും. ഇവിടെയാ സാരി. ഇവിടെ മെഹന്തി. ഇനി അവിടെ നിന്റെ ലെഫ്റ്റ് സൈഡില് പിന്നിരിപ്പുണ്ട്. പിന്നോ? എന്റെ സാരി ഇത് ഞാൻ പിടിച്ചോളാം, നീ ആ പിന്നെടുത്തിട്ട് വാ. അവിടെ ഒരു സ്യൂട്ട് കേസ് കണ്ടില്ലേ? അതിന്റെ മേലെ പിന്നുണ്ട് അവിടെ. അവിടെ അതിന്റെ മേലെ. അതിന്റെ അടുത്ത് അവിടെ തന്നെ റാം. നിക്ക് ഒരു മിനിറ്റ്. അയ്യോ, സാരി താഴെ പോയല്ലോ. വാ, ഇനി ആദ്യം തൊട്ട് തുടങ്ങാം. പ്ലീസ് വേഗം, ടൈം ഇല്ലാത്തോണ്ടല്ലേ. വാ. അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് തരണേ. അവിടുന്നല്ല, ഇവിടുന്ന്. ഞുറുക്കും ചേർത്ത് ഒരു പിന്നു കുത്തണം. പിടിക്ക്. ഇവിടെ പിന്നു കുത്തറാം. ഡ്രസ് ഒന്ന് പിൻ ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. അറിയാതെ നിന്റെ ദേഹത്ത് കൊണ്ടുവരാന്നൊരു പേടി. അങ്ങനെയൊന്നും ഇല്ല, കുത്ത്. കുത്തി കഴിഞ്ഞോ? ഇനി ഇത് സാരിയുടെ ഉള്ളിൽ മടക്കി വെക്കണം. ഓക്കേ. What next, Sita? നീ കണ്ണു തുറന്നോ? വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. നോട്ട് ബാഡ്. ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. എന്ത്? പുറകിലൊരു പിന്നു കുത്തി തരണേ. ഓക്കെ. അല്ല, പിന്നെങ്ങാനും നിന്റെ ദേഹത്ത് കൊണ്ടാലോ? അതെന്താ? അത് കത്തിയാണോ ഇങ്ങനെ പേടിക്കാൻ? പിന്നല്ലേ, അത് കുത്തിക്കോ, കുഴപ്പമില്ല. ഓക്കെ. എന്ത് പറ്റി റാം? റാം വേഗം, വൈകുന്നുണ്ട്. ഈ സാരിയൊക്കെ ആക്ച്വലി വളരെ വേഗത്തിൽ ഉടുപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ പിന്നെ കുത്തലുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെയിറ്റ് എ സെക്കൻഡ്. വാവ്, ആക്ച്വലി സിംപ്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ട്രസ്റ്റ് മീ. ഇതിപ്പോ എന്റെ പെണ്ണിന് എന്റെ തന്നെ ദൃഷ്ടി പതിയുമല്ലോ. ഒരു സെക്കൻഡേ.
പെർഫെക്റ്റ്. റാം, നിനക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാൻ തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ കാണിക്കാം. ലുക്ക് അറ്റ് യുവർസെൽഫ്. എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലേ? പെർഫെക്റ്റ് ആയിട്ടുണ്ട് റാം. നീ എന്ത് കാര്യം ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമല്ലോ. സാരി ഉടുക്കുന്നതാണെങ്കിലും ബിസിനസ് ആണെങ്കിലും കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും 100% ഡെഡിക്കേഷനിലേ ചെയ്യുള്ളൂ. ഐ ആം സോ ലക്കി. നിന്നെ പോലെ ഒരാളെ വേറെ ആർക്കും കിട്ടില്ല. ആ, അത് സത്യമാ. രാമന് എപ്പോഴും സീതയെ തന്നെ കിട്ടണ്ടേ? ബൈ ദ വേ, ഞാൻ സാരി ഉടുപ്പിച്ച കാര്യം ആരോടും പറയാൻ പോണ്ട. അവരാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ തിന്നും നമ്മളെ. ഞാൻ പറഞ്ഞ എന്നെ വെറുതെ വിടുവോ? എന്നെ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് നമുക്കിടയിലെ ഒരു സീക്രട്ട്, ഓക്കെ അല്ലേ? ഓക്കെ, ഡീൽ. മെഹന്തി. ശരി, ബൈ. ബൈ. ഭാർഗവി ചേച്ചി, സീതയുടെ റൂമിലേക്കാണോ? ഞാനേ സീത സാരി ഉടുപ്പിക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം വന്നു, അപ്പൊ പോയതാ. സീത, ആരും വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ, എനിക്ക് എന്താ ചെയ്യാ? ആരുടെയൊക്കെ വോയിസ് കേൾക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിന്നോ. എന്നെ എന്തായാലും ഒരു പിടിക്കും. ഈ സാരി കാരണം ഇതല്ല. ഒരു കുഴപ്പമില്ല, നീ ചെല്ല്, നീ ചെന്ന് ഒളിക്കാൻ നോക്ക്. ഓക്കെ, ഞാനിവിടെ ഉള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഓക്കെ, ഒന്ന് ഹാൻഡിൽ. വരൂ 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 വരൂ. സീത, ഒരു കാര്യം കൂടെ. സാരി ഉടുപ്പിക്കാൻ വേണ്ടി ഞാനാ ഹെൽപ്പ് ചെയ്തെന്ന് അവരോട് പറഞ്ഞേക്കല്ലേ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. സീതയുടെ സാരിയാണ് ഉടുത്തു കഴിഞ്ഞില്ല. ഇവർക്ക് ഇപ്പൊ തന്നെ വരണമായിരുന്നോ? വരൂ. സീതയുടെ സാരി ഓൾമോസ്റ്റ് ഉടുപ്പിച്ച് കഴിഞ്ഞതാ. ഇനി പിന്നെ ഉത്താൻ മാത്രമേ ബാക്കിയുള്ളൂ. വന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന്. സീത, നീ സാരി ഉടുത്തു കഴിഞ്ഞോ? അയ്യോ, കയ്യില് മുഴുവൻ മെഹന്തി ആയിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഈ സാരി ഉടുത്തത്? എടുത്തിയാ? ഞാനാ ഉടുപ്പിച്ചേ. ആണോ? അതെ, കല്യാണമൊക്കെ അല്ലേ, ഒരുപാട് ജോലിക്കിടയിൽ മറന്നുപോയതാ. നിങ്ങളാണ് ഉടുപ്പിച്ചത്? അതെ ഭാർഗവി ചേച്ചി, ഞാനാ ഉടുപ്പിച്ചേ. എന്താ ശരിയായില്ലേ? ഞാൻ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ഉടുപ്പിക്കുന്നതാ. പക്ഷെ നമ്മൾ സ്വയം ഉടുക്കുമ്പോ ശരിയാവില്ല. ഉയരം കുറവല്ലേ, സാരി അടങ്ങി നിക്കില്ല. അതുകൊണ്ടാണോ നിങ്ങൾ ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞത്? എന്തായാലും നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. സീത, ഞാൻ നിനക്കൊരു കാര്യം തരാൻ വന്നതാ. സാധന, ഇതിപ്പോ എന്താ സ്വർണവും വജ്രവും വൈഡൂര്യവും ഒക്കെ തരുന്നതിന് പകരം വെള്ളിക്കൊലുസ് തരുന്നതെന്നൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇത് വീട്ടിലൊരു ആചാരമാണ്. അതുകൊണ്ടാ വെള്ളി പാദസരം തന്നെ തരുന്നത്. നീ ഇത് ഇപ്പൊ തന്നെ കാലിലിടണം. ചേച്ചി, സീതയുടെ കയ്യിലൊക്കെ മൈലാഞ്ചി അല്ലേ, ഞാൻ ഇട്ടു കൊടുക്കാം. വാ സീത. വേണ്ട വേണ്ട മേമ, ഞാൻ കൈയും കാലും ഒക്കെ കഴിയിട്ട് പിന്നീട് ഇട്ടോളാം, പ്ലീസ്. ശരി സീത, ഇനി ഒരു 2 ദിവസം ഇങ്ങനെയായിരിക്കും. ആചാരം സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടാക്കും. നീ അതിനൊന്നും ടെൻഷൻ ആവണ്ടാട്ടോ. ഇന്ന് തന്നെ ഹൽദി ചടങ്ങും വളയിടലും രണ്ടും നടക്കും കേട്ടോ. ഓക്കെ? രണ്ടും ഇന്ന് തന്നെയാണോ നടക്കുന്നേ? അയ്യോ, വളയിട്ടിട്ട് മഞ്ഞളൊക്കെ തേക്കുന്നതും ഉരച്ച് കളയുന്നതും ഒക്കെ കഷ്ടാവില്ലേ? അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാ ഇവന്റ് മാനേജ്മെന്റ് ടീം ഇതൊക്കെ ചെയ്യുന്നത്. അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. സീത, നീ റെഡിയായിട്ട് വാ. സീതേ, അവിടെ എന്തൊക്കെയോ ഗെയിമൊക്കെ ഉണ്ടാവുമെന്ന്. നീ വേഗം റെഡിയായി വാ, ഞാൻ റാമിനെ വിളിച്ചിട്ട് വരാം. ശരി മേമ. ഇത് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ. സീതേ, സാരി ഞാൻ ഉടുപ്പിച്ചതാണോ? എടുത്തേ, ലേറ്റ് ആവുന്നുണ്ടെന്ന്. നിങ്ങൾ വേഗം ചെല്ല്, ഞാൻ കൈയും കാലും ഒക്കെ കഴിയിട്ട് വരാം. നിങ്ങൾ വേഗം ചെല്ലാൻ നോക്ക്. സീതയെ സാരി ഉടുപ്പിച്ചത് ഞാനാണോ? അല്ലല്ലോ, കയ്യിലാണെ മെഹന്തി ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര നന്നായിട്ട് അവളെങ്ങനെയാ ഉടുത്തേ? അയ്യോ, എന്തെങ്കിലും ആട്ടെ, ഈ കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ എനിക്ക് തന്നെ നാണക്കേട്. ഞാനാ ഉടുപ്പിച്ചെന്ന് തന്നെ പറയാം.
റാം ഇവൻ ഇതെവിടെ പോയി? അശോക്, റാം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടിരുന്നോ? കാണുന്നില്ലേ? ഇല്ല. മേമ, അവൻ സീതയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. 100% അവൻ അവിടെ തന്നെ ഉണ്ടാവും. അശോക്, ഞാനിപ്പോ അവിടുന്നാ വരുന്നേ, അവൻ അവിടെങ്ങും ഇല്ല. അവിടെയും ഇല്ലേ? റാം ഒന്നുകിൽ സീതയുടെ അടുത്ത് വേണം, അല്ലെങ്കിൽ എന്റെ അടുത്ത് വേണം. ഈ രണ്ടുപേരും അടുത്ത് അല്ലെങ്കിൽ അവൻ പിന്നെ എവിടെ പോയി? ഞാനും ചോദിച്ചു, അവൻ ഇത് എവിടെ പോയി? അവൻ പിന്നെ എവിടെ പോയി? ഈ ഡ്രസ്സിൽ മര്യാദയ്ക്ക് ഒരു പോക്കറ്റ് വെച്ചൂടെ? ഫോൺ എടുക്കാൻ എന്ത് പാടാ. എവിടെയാടാ കള്ള രാമ? റാം റാം അവരെല്ലാം പോയി. നീ വാ, ഞാൻ മെഹന്തിയൊക്കെ കഴിയിട്ട് വരാം. ഓക്കെ ഓക്കെ. താങ്ക് ഗോഡ്, ഭാഗ്യത്തിന് ആരുടെയും കണ്ണിപ്പെട്ടില്ല. എങ്ങാനും കണ്ണിപ്പെട്ടിരുന്ന തീർന്നതിന് കേൾക്കഥം നാടക ബന്ധം. കഴിയോ? സീത, ആക്ച്വലി ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. മേം ഇവിടെ വന്നപ്പോ ഞാൻ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ തീർന്ന എന്റെ കാര്യം, എന്നെ വെട്ടി വരട്ടിയനെ. അത്രയും ദേഷ്യമാണോ റാം? അത് പിന്നെ പറയാനുണ്ടോ? അയ്യോ, ഇതിനേക്കാൾ നല്ലത് അശോകന്റെ ടോർച്ചറിങ്ങാ. എപ്പോ നോക്കിയാലും സീതയോട് പോയി സംസാരിക്കുക, അവക്ക് പോയി ഉമ്മ കൊടുത്തിട്ട് വാ എന്നൊക്കെ. ഓക്കെ സീത, ഐ ഹാവ് ടു ലീവ് നൗ. ബൈ. സീത, മെഹന്തിയുടെ കളർ കാണിച്ചില്ല, ഒന്ന് കാണിച്ച് നോക്കട്ടെ, കൊള്ളാവുന്ന. നൈസ്. ഈ കളർ പറയൂ എത്രേ, നിങ്ങൾ എന്നെ എത്രയും സ്നേഹിക്കുന്നുണ്ട്. ആണോ? നിനക്കെന്നെ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ല. ഈ മെഹന്തി ഇട്ടതിന് ശേഷം കളർ എത്ര വന്നിട്ടുണ്ട്? ബേസ്ഡ് ഓൺ ദാറ്റ് കളർ എന്റെ പ്രണയത്തെ നീ അളക്കാൻ പോവാ? നിന്റെ സ്നേഹത്തെ അളക്കാൻ കഴിയോ? നിന്റെ സ്നേഹം ഒരുതരം അക്ഷയപാത്രം പോലെയാ. അതിലെ സ്നേഹം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. റാം, നീ വേഗം ചെല്ല്, ആരെങ്കിലും കണ്ട പ്രശ്നമോ? സമയാവുന്നുണ്ട്. ഞാൻ പാൽസർ വിട്ടിട്ട് വരാം. ഓക്കെ. സീത, വെയിറ്റ്. എന്തു പറ്റി? ഇപ്പോ നിനക്ക് ആ കൊലുസ് അണിയണമെങ്കിൽ നീ കുനിഞ്ഞ് എഴുന്നേറ്റ് സാരിയൊക്കെ ആകെ ചീത്തയാവില്ലേ? കഷ്ടപ്പെട്ട് കൊടുത്തല്ലേ നമ്മള്. എന്ന് വെച്ച് ഞാൻ കൊലുസിരണ്ടാന്നാണോ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാ മതിയോ? അങ്ങനെ നിന്നാ മതി. റാം, എന്തായാലും നീ ഞാൻ പറയുന്നത് കേൾക്കില്ല. ഈ കല്യാണ തിരക്കിന്റെ ഇടയില് അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഞാൻ അത്രയും സ്നേഹത്തോടെ ഉടുപ്പിച്ച സാരി ആകെ ചീത്തയായി പോവില്ലേ? സിഹയെ പോലെ വല്ലാതെ വാശി പിടിക്കല്ലേ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ കൊലുസിടുന്നേ? മെഹുന, നിന്റെ കാലിലെ മെഹന്തി പറയുന്നുണ്ട് എന്റെ സ്നേഹത്തിന്റെ അളവ് എത്രയാണെന്ന്. അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. മനസാകയായി വിരിയുമ്പോൾ മഴവില്ല് പൂക്കുമ്പോൾ ഹൃദയവാതിലോരമായി നീ നിന്നുവോ? പ്രണയവീണയാർദ്രമായി നീട്ടിയോ? സീതാരാമ, ഓ സീതാരാമ. സർ, നമ്മുടെ റാം സാറിനെ ഇവിടെ എങ്ങും കാണുന്നില്ല. രാമനെ കാണാനില്ലേ? ഛേ, സ്റ്റേഡിയത്തിൽ വെച്ച് ക്രിക്കറ്റ് ബോൾ കാണാതെ പോയ മാച്ച് എങ്ങനെ മുന്നോട്ട് പോകും? അല്ലേ അശോക? കറക്റ്റ്. അല്ല, നിങ്ങളുടെ ഈ സുന്ദരമായ കണ്ണുകൊണ്ട് തെരഞ്ഞായിരുന്നോ? എല്ലായിടത്തും ഞാൻ പോയി നോക്കി സർ, പക്ഷെ എവിടെയും കാണുന്നില്ല. എവിടെയും കാണുന്നില്ലെന്നോ? ഷേ, ഇനി ബോളിംഗ് എങ്ങനെ നടക്കും മോളെ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എത്തിയല്ലോ. ഹീറോ എവിടെയാ? സ്റ്റേഡിയത്തിൽ വെച്ച് നിന്നെ കാണാതെ പോയല്ലേ? എല്ലാരും നിന്നെ തിരക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഏയ്, സീതയെ കാണാൻ പോയതല്ല, ആരോടും പറയാതെ. അശോക്, വാ. ചെറിയ എന്ത് സംഭവിച്ചാലും അവനെ വിടരുത്. ശരിക്കും ചോദ്യം ചെയ്യണം. ഞാൻ ആങ്കറിങ്ങിന് പോകാൻ സമയമായി. ബായ്. അവനെ വിടരുത്, വിടരുത്. ശരിക്കും ചോദ്യം ചെയ്തേക്ക്. വിടരുത്. ഏയ്, എന്തായാലും നിന്നെ വിടാൻ പോകുന്നില്ല. ഇവിടെ നിന്നോ. ഓൾ ദി ബെസ്റ്റ്. ഹായ്
ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ കല്യാണ രാത്രി. മുത്തശ്ശി, അനുശ്രീ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളാണോ ചെയ്യുന്നേ? ഓ, ഇവളാണോ അനുശ്രീ? വലിയ കാര്യമായിപ്പോയി. നമ്മുടെ ശ്രീറാം ആൻഡ് സീതയുടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചു വന്ന നിങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരട്ടെ സ്വാഗതം, സുസ്വാഗതം. മണവാള, നിന്റെ ഫ്രണ്ട് എന്തൊക്കെ പരിപാടി അറേഞ്ച് ചെയ്തൊക്കെ നമുക്ക് നോക്കാം. വാ. സത്യ, അവനെ വിടല്ലേ, വിട്ടുകളഞ്ഞാവൻ മുങ്ങും. ഇല്ല അല്ല പായൽ, സർ. ഒന്ന് അല്ല, ഈ കല്യാണമൊക്കെ നീ നടത്തുന്ന സമയത്തെ ഒരു ക്രിക്കറ്റ് മാച്ച് വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ പോട്ടെ, ഈ പ്രോഗ്രാം തന്നെ നോക്കാം. നീ എന്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്? അല്ലേ വേണ്ട, എന്റെ ഭാര്യ കൂടെയുണ്ട്. സുലോചന, സീത റെഡിയായൊന്ന് നോക്കുമോളെ. അവള് വേഗം വിളിക്കേ, അല്ലെങ്കിൽ ഇതൊന്നും അവക്ക് കാണാൻ കഴിയില്ല. അമ്മ, അതങ്ങനെയാ. സ്വന്തം കല്യാണത്തിന് പെൺകുട്ടികള് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മിസ് ചെയ്യുമെന്ന. ഭക്ഷണം പോലും കറക്റ്റ് കഴിക്കില്ല. കല്യാണം കൂടാൻ വന്ന നിങ്ങൾ എല്ലാവരെയും നാളെ വരെ ബോറടിപ്പിക്കാതിരിക്കാൻ, നിങ്ങൾ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കാൻ ചില കുട്ടി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കല്യാണ ചെറുക്കനോടൊപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചേർന്ന് പാട്ടുപാടി ഡാൻസ് കളിക്കുന്ന ചടങ്ങ് വരുന്നുണ്ട്. സ്റ്റാർട്ട് ദ പാർട്ടി. വേഗം വിളിച്ചോണ്ട് വാ മോളെ. അയ്യോ മുത്തശ്ശി, നിങ്ങൾക്ക് ഞാൻ വെറുതെ ഇരിക്കുന്ന കണ്ട സഹിക്കില്ലല്ലേ? എപ്പ കണ്ടാലും അപ്പ പണി തരും. ആ, അവിടെ ഇരിക്കെ, ഞാൻ വിളിച്ചോണ്ട് വരാം. ദാ നോക്ക്, അവളിങ്ങ് വന്നല്ലോ. വാ. ആ, എന്ത് ഭംഗിയല്ലേ സീത ഈ സാരി കാണാൻ. അതെ സീത, സാരി വളരെ നന്നായിട്ട് ഉടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയുണ്ടെന്ന് നിന്നെ കാണാൻ. അതെ, അവൾ ഉടുത്തതല്ല, ഞാൻ ഉടുപ്പിച്ചതാ. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഉടുപ്പിച്ചത്, ഞാൻ അവളെ ഉടുപ്പിച്ചേ. കള്ള, നീ സീതയെ നോക്കുന്നത് ഞാൻ കണ്ടതാ. നോക്കാൻ പാടില്ല. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ നീ? കല്യാണം കഴിയുന്നത് വരെ സീതയൊന്നും നോക്കാൻ പോലും പാടില്ല. ഓക്കെ സീത, നിനക്കും അതെ. റൂൾ ഈസ് റൂൾ. ഭാർഗവി മേമ, ചെക്കനെയും പെണ്ണിനെയും ഒരുമിപ്പിക്കാൻ ഈ കല്യാണം നടത്തുന്നത് നിങ്ങളാ. ഇപ്പോ അവരെ അകറ്റി നിർത്തുന്നത് നിങ്ങളാ. ഇനി ഇവരെ രണ്ടുപേരെയും അകറ്റാൻ പോകുന്നതും ഈ ഞാൻ. സോ ഗായ്സ്, ഇന്നത്തെ ഈ രാത്രി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ സീതയ്ക്കും നമ്മുടെ റാമിനും. തമ്മിൽ പരസ്പരം കാണാനാവാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇവര് റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും കണ്ണ് വെട്ടിച്ചെങ്കിലും കാണണം. കണ്ടിരിക്കും. അതൊന്നും നടക്കില്ല.
ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ചെറുക്കനും പെണ്ണും തമ്മിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാനാ പറയുന്നത്. എന്റെ വാക്കിനൊരു മറുവാക്കില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് തമ്മിൽ നോക്കാനൊരു തോരേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ചെറുക്കനെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അവളെ കാണാൻ ആഗ്രഹമുണ്ടല്ലേ, കാണട്ടെ. അവനും കുറച്ച് സർക്കസ് കളിക്കട്ടെ. ശരിയാണല്ലോ. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോ ചെയ്യാനല്ലേ? മുത്തശ്ശ, ഡോണ്ട് വറി. എന്തായാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചുണ്ടാവില്ലേ? ഈ ചടങ്ങ് കഴിയുന്നത് വരെ പരസ്പരം കാണണമെന്നുള്ള അർജൻസി ഞങ്ങൾക്ക് ഇല്ലേ ഇല്ല. കേട്ടല്ലോ? ഞാനും അതെ. എന്ത് സംഭവിച്ചാലും മുത്തശ്ശന്റെ വാക്ക് തെറ്റിക്കില്ല. ഇതെന്താ ഇങ്ങനെ? മെയിൻ പ്ലെയേഴ്സ് രണ്ടുപേരും റിവേഴ്സിങ് എറിഞ്ഞല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കിടിലമ്പോൾ അടിപൊളി കൈയടിക്ക്. സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനും ജീവനിൽ. വിളികൾ കോർക്കും ഒരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി. പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ. ഓ സീതാരാം